ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നല്ലൊരു സിമ്പിൾ ബിരിയാണിയാണ്. ബാച്ചിലേഴ്സിനൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ബിരിയാണിയാണ്. നമ്മൾ സാധാരണ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഉള്ളി വഴറ്റി തക്കാളിയൊക്കെ വഴറ്റിയിട്ടെല്ലാം ഉണ്ടാക്കുക, ഒരുപാട് സമയം എടുത്തിട്ട്. പക്ഷേ ഇതൊന്നുമില്ല, നമ്മൾ ഉള്ളി വഴറ്റൊന്നും വേണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അത്താഴത്തിനും നോമ്പിനും അതുപോലെ തന്നെ ലഞ്ചിനും എല്ലാത്തിനും അടിപൊളിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ബിരിയാണി തയ്യാറാക്കാൻ തുടങ്ങാം. അതിന് മുന്നേ കുറച്ച് കാര്യം പറയാനുണ്ട്. ഞാൻ ഈ ബിരിയാണി ഉണ്ടാക്കുന്ന കുറച്ച് ടിപ്സ് കാര്യങ്ങൾ, ബിരിയാണി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാനുള്ള കുറച്ച് ടിപ്സ് കാര്യങ്ങളൊക്കെ ഞാനിതിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ലാസ്റ്റിൽ ഞാൻ ഒരു ടിപ്പും കൂടെ പറയുന്നുണ്ട് കേട്ടോ. അത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അത് കാണാൻ വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാം. നമുക്ക് വേഗം തന്നെ ഈ ഒരു റെസിപ്പിയിലേക്ക് കടക്കാം. നമ്മുടെ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ബിരിയാണിക്ക് എപ്പോഴും കട്ട് ചെയ്തെടുക്കുമ്പോൾ ബിരിയാണി പീസ് എന്ന് പറഞ്ഞിട്ട് തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അപ്പോഴാണ് കേട്ടോ ബിരിയാണിക്ക് ആ പെർഫെക്റ്റ് ആയിട്ടും നല്ല ടേസ്റ്റും ഒക്കെ ഉണ്ടാവുക. ഇനി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉള്ളിയാണ്. ഉള്ളി ഞാനിവിടെ 2 വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 6 പച്ചമുളക് ചതച്ചതും ഒരു 4-5 വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ചതച്ചിട്ട് ചേർക്കുക, അരയ്ക്കൊന്നും ചെയ്യരുത്. ഈ ബിരിയാണിയുടെ മെയിൻ ഫ്ലേവർ എന്ന് പറയുന്നത് പച്ചമുളകാണ്. മറ്റു മസാലകളൊക്കെ വളരെ കുറച്ചാണ് നമ്മൾ ചേർക്കുന്നത്. പിന്നെ മുളക് പൊടി നമ്മളിതിൽ ചേർക്കുന്നുമില്ല. പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് 2 വലിയ തക്കാളിയാണ്. ഒരു ചെറിയ തിരുനാരങ്ങയുടെ മുഴുവൻ നീര് ചേർത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലയും മല്ലിയിലയും പുതിനയിലയും ചേർക്കാം, ഒരു കൈപ്പിടി ചേർക്കാം. ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. അപ്പോൾ ഒരുപാടൊന്നും ചേർക്കേണ്ട. ഒരു 1/2 ടീസ്പൂൺ പെരുജീരകത്തിൻ്റെ പൊടി ചേർക്കാം. പിന്നെ 1/2 ടീസ്പൂൺ 1 ടീസ്പൂൺ വരെ ഗരം മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിലാണ് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ അളവിലാണ് മല്ലിപ്പൊടി. പിന്നെ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതിനകത്ത് ഒരുപാട് മസാലകൾ ചേർക്കേണ്ട. ഇനി നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് നെയ്യ്, ഓയിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ നെയ്യാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് തൈരാണ്. ഞാനിവിടെ ഒരു 1/2 കപ്പ് തൈര് ചേർത്തിട്ടുണ്ട്. അധികം പുളി ഒരുപാടുള്ള തൈരുമല്ല, എന്നാലും ഒരു പൊടി തീരെ കുറഞ്ഞ തൈരുമല്ല, ഒരു മീഡിയം പുളിപ്പുള്ള ബിരിയാണിക്ക് ചേർക്കുന്ന തൈര് തന്നെ ചേർക്കണം കേട്ടോ. യോഗട്ടൊന്നും ചേർക്കരുത് കേട്ടോ. ബിരിയാണിക്ക് എപ്പോഴും കുറച്ചൊരു പുളിയുള്ള തൈര് തന്നെയാണ് ഒരു ടേസ്റ്റ്. ഇനി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മളിതിൽ വഴറ്റൊന്നുമില്ല, കൈ വെച്ചാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇതിലേക്ക് ഒരു അല്പം ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ബിരിയാണിയുടെ സീക്രട്ട് എന്ന് പറയുന്നത് നമ്മൾ കൈ വെച്ച് തിരുമ്മി എടുക്കുന്നതാണ്. അപ്പോൾ കൈക്കൊക്കെ ഒരുപാട് എരിവ് അങ്ങനെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഗ്ലൗസ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഒരു 1/2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ. ആ ചിക്കനിലേക്കൊക്കെ പിടിച്ച് കിട്ടാനായിട്ടാണ്. അത് നല്ല സോഫ്റ്റായി കിട്ടും നമ്മുടെ ചിക്കൻ. നമ്മുടെ ചിക്കൻ അവിടെ ഇരിക്കട്ടെ. ആ ടൈമിൽ നമുക്കിതിലേക്കുള്ള ചോറ് തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടി ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് നമ്മൾ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. 2-3 ടേബിൾ സ്പൂൺ അളവിൽ പശു നെയ്യാണ് എടുത്തിരിക്കുന്നത്. ഓയിലും കൂടെ മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. ഇനി വെളിച്ചെണ്ണ താല്പര്യമുള്ളവർക്ക് വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ അതിനകത്തോട്ട് ഗ്രാമ്പൂ, പട്ട, ഏലക്ക, ഓൾ സ്പൈസസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ഒരു ചെറിയ സവാള ചേർത്ത് കൊടുക്കാം കേട്ടോ. സവാള ഒരുപാട് ചേർക്കണ്ട, നമ്മൾ കുറച്ച് ചേർത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഒരു ചെറിയ സവാള മൊത്തത്തിൽ ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അരിയാണ്. ഞാനിവിടെ ബിരിയാണി അരിയാണ് എടുത്തിട്ടുള്ളത്. കൈമ അരി എന്ന് പറയും, അതാണ് എടുത്തിട്ടുള്ളത്. ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. അത് ഞാനിവിടെ 1.5 കപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഇങ്ങനെ നന്നായിട്ട് 250 ml കപ്പിൽ 1.5 കപ്പ് അരി നന്നായിട്ട് കഴുകിയതിന് ശേഷം അതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ചെയ്തെടുക്കുക. നന്നായിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ അരി നന്നായിട്ട് ഫ്രൈ ആയി വരണം കേട്ടോ. ഫ്രൈ ആയി വരിക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴുകിയ വെള്ളമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വറ്റി പോകും. എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു പൊട്ടുന്ന ഒരു സൗണ്ടാണ്. അതാണ് ഞാനൊരു പറഞ്ഞ ടിപ്പ് എന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ വെച്ചാൽ അരി ഒരിക്കലും കുഴഞ്ഞു പോകത്തില്ല. അതുപോലെ തന്നെ ആ അരിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ആ നെയ്യിൻ്റെ ഒക്കെ ടേസ്റ്റ് ഈ അരി അബ്സോർബ് ചെയ്തിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് നമ്മൾ ഇരട്ടി വെള്ളം, അതായത് 1 കപ്പിന് 2 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ 1.5 കപ്പ് ആകുമ്പോൾ 3 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇത് തിളച്ചതിന് ശേഷം അടച്ച് വയ്ക്കാം. എന്നിട്ട് തിളച്ച് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിൽ വയ്ക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ടാവും. കുറച്ചൊരു വേവ് പോരായിലെടുക്കുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ ഇതാ കുറച്ചൊരു വെള്ളത്തിൻ്റെ മോയ്സ്ചറിൻ്റെ അംശമുണ്ട്. ഒരു പൊടിക്ക് വേവ് കുറവുള്ള രീതിയിൽ എടുക്കാം. ഇനി നമുക്ക് ചിക്കൻ, നേരത്തെ വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അത് അടുപ്പിലേക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. ചെറുതാക്കിയിട്ടൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അത് നമുക്ക് ദം ചെയ്തെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ മാക്സിമം വെക്കാൻ ശ്രമിക്കുക കുറച്ച് നേരം. അപ്പോഴത്തേക്കും ആ ചിക്കൻ്റെ നന്നായിട്ട് ഫ്ലേവേഴ്സൊക്കെ കയറിയിട്ട് ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉള്ളി, അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ്, കിസ്മിസൊക്കെ ഫ്രൈ ചെയ്തിട്ടുണ്ടല്ലോ, അത് ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങൾക്ക് ബിരിയാണി പെർഫെക്റ്റ് ആയിട്ട് കിട്ടാനൊക്കെ ആ ഒരു ടേസ്റ്റും കൂടെ ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാം. അതല്ലെങ്കിലും അങ്ങനത്തെ നല്ല ടേസ്റ്റ് തന്നെയാണ്. അതിട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ലെയർ ചെയ്യുമല്ലോ, നമ്മൾ സാധാരണ ബിരിയാണിയൊക്കെ ദം ചെയ്തെടുക്കുമല്ലോ, അതുപോലെ തന്നെ ലെയറായിട്ട് ഇട്ട് കൊടുത്തിട്ട് മുകളിലും ഒക്കെ ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് നെയ്യോ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതൊക്കെ വെച്ചിട്ട് ഇത് അലങ്കരിച്ചിട്ട് നമ്മൾ സാധാ ബിരിയാണി ദം ചെയ്തെടുക്കുന്ന പോലെ നമുക്ക് ദം ചെയ്തെടുക്കാം.
അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ബിരിയാണി. ഭയങ്കര സിമ്പിളാണ്. സാധാരണ നമ്മൾ വഴറ്റിയൊക്കെ ചെയ്യുമ്പം ഒരുപാട് ലേറ്റ് ആകും, ഒരുപാട് അപ്പോൾ അതൊന്നും ഇല്ല. പിന്നെയെന്ന് വെച്ചാൽ ഓയിലും ആ കളവൊക്കെ കുറവാണ്. വളരെ എന്താ പറയുക, ഹെൽത്തി ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ബിരിയാണിയും കൂടിയാണ്. നമ്മൾ സാധാരണ ഉള്ളിയൊക്കെ വഴറ്റി ഒരുപാട് നെയ്യും ഒക്കെ ഇട്ട് ചെയ്യുമ്പം ഒത്തിരി അൺഹെൽത്തി ആണല്ലോ. ഇതങ്ങനെയൊന്നുമല്ല. നല്ല രീതിക്ക് നമുക്ക് ആവശ്യത്തിനുള്ള നെയ്യും മാത്രമേ ഉള്ളൂ. വഴറ്റാനൊന്നും നമ്മളധികം എണ്ണ ഉപയോഗിച്ചിട്ടില്ലല്ലോ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ചെയ്തേക്കാം. ലാസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നമ്മൾ ബിരിയാണി സെർവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം തന്നെ മുകളിലുള്ള റൈസ് നമ്മൾ ഇങ്ങനെ എടുക്കണം. എന്നിട്ട് നമ്മൾ ഈ റൈസ് എല്ലാം എടുത്തു കഴിഞ്ഞിട്ട് താഴെ കാണുന്ന ഗ്രേവി ഉണ്ടല്ലോ, അത് നമ്മൾ ഈ റൈസിലായിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ആ റൈസിനൊരു ഭയങ്കര ഒരു പ്രത്യേക ഫ്ലേവറാണ്. ആ രീതിയിൽ ചെയ്തെടുക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മൊത്തത്തിൽ ഇങ്ങനെ മിക്സ് ചെയ്യാതിരിക്കുക. ഈ ഒരു ടൈപ്പ് ബിരിയാണി എപ്പോഴും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കഴിക്കുന്നതാണ് കേട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. റൈസും അതേമാതിരി തന്നെ ചിക്കനും സെപ്പറേറ്റ് ആയിട്ട് തന്നെ സെർവ് ചെയ്തെടുക്കുന്നതാണ് ഈ ഒരു ബിരിയാണിയുടെ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ അങ്ങനെ തന്നെ ചെയ്യുക. പിന്നെ മാക്സിമം ചിക്കൻ നമ്മൾ ചെയ്ത ഗ്രേവി, ചിക്കനകത്ത് നമ്മൾ ചെയ്ത ഗ്രേവി ഉണ്ടല്ലോ, അത് ഈ റൈസിൽ മിക്സ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ ഫ്ലേവേഴ്സൊക്കെ നമുക്ക് കിട്ടും. അങ്ങനെ കഴിക്കുന്നതാണ് നല്ലത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, വലിയ പീസ് ചിക്കൻ എടുക്കുക. അപ്പം നല്ല സോഫ്റ്റ് ആയിരിക്കും ചിക്കൻ്റെ ഉള്ളിലൊക്കെ. പിന്നെ വലിയ പീസാണ്ട് തന്നെ കുറച്ച് നേരം വെക്കണം കേട്ടോ, അപ്പോഴാണ് പിടിക്കുക. അപ്പോൾ ഇതാ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം, എന്നിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നോമ്പൊക്കെ വരുന്നത്, നോമ്പിന് ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയും കൂടിയാണിത്. ഒരുപാട് കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്ത് വെക്കുക. ഇപ്പം നിങ്ങൾക്ക് ചിക്കൻ ഉണ്ടെങ്കിൽ രാവിലെ തന്നെ മിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഉണ്ടാക്കിയാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.